ഹലോ, ഐ ആം ഉഷാരംഗർ. വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് LSS സ്കോളർഷിപ്പ് എക്സാമില് ചോദിച്ച മാത്സില് 2025 ചോദിച്ച മാത്സിലെ ചില ചോദ്യങ്ങളാണ്. അപ്പോ ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഹൗ മെനി സ്ക്വയർസ് ആർ ദർ ഇൻ ദിസ് പിക്ചർ? ഈ ഒരു പിക്ചറിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട്? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എണ്ണി നോക്കാം അല്ലെ. 1, 2, 3, 4 സമചതുരം, ചെറിയ ചെറിയ സമചതുരം. പിന്നെ ഇതൊരു സമചതുരാണ്, അപ്പോ 5 സമചതുരമായി. പിന്നെ ഇതിൽ ഒരെണ്ണം കൂടി ഉണ്ട്, ഏതാണ്? ഏറ്റവും വലിയ സമചതുരം. അപ്പൊ എത്ര സ്ക്വയർസ് ഉണ്ട്? 1, 2, 3, 4. ഇത് വലുത് 5 and 6. അപ്പൊ നമ്മുടെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? സി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം: വാട്ട് ഈസ് ദ 10th നമ്പർ ഇൻ ദിസ് നമ്പർ പാറ്റേൺ? ഒരു സംഖ്യാശ്രേണി തന്നിട്ടുണ്ട്, ഒരു പ്രത്യേക പാറ്റേണിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതി പോയാൽ ഇതിലെ 10ാമത്തെ സംഖ്യ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ പാറ്റേൺ ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയൊക്കെ 1 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 10. അപ്പൊ ഇരട്ട സംഖ്യയോ ഒറ്റ സംഖ്യയോ ഓഡ് നമ്പർ, പ്രൈം നമ്പർ, അതേപോലെ ഈവൻ നമ്പർ, അങ്ങനെ ഒന്നും അല്ല ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, 1ല് 2 കൂട്ടിയാൽ 3, 3ല് 3 കൂട്ടിയാൽ 6, 6ല് 4 കൂട്ടുമ്പോഴാണ് 10. അപ്പൊ ഇവിടെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 2 കൂട്ടി, ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, പിന്നെ അപ്പൊ അടുത്തത് എന്താണ് ആഡ് ചെയ്യേണ്ടത്? 5 കൂട്ടിയാൽ 15 കിട്ടും. പിന്നെ 6 കൂട്ടും, പിന്നെ ഒന്നുകൂടി അതിൽ എന്ത് കൂട്ടണം? 6 കൂട്ടിയാൽ 21 കിട്ടും. 7 കൂട്ടിയാൽ 28, 8 കൂട്ടിയാൽ 36, 9 കൂട്ടിയാൽ 45, പിന്നെ 10 കൂട്ടിയാൽ 55. അപ്പൊ 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 55, 55 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ സം ഓഫ് the largest 4-digit number and the smallest 4-digit number that can be formed using the numbers 8, 3, 6, 9? 8, 3, 6, 9 എന്ന സംഖ്യ വെച്ചിട്ട് ചെറിയ 4 അക്ക സംഖ്യയും അതേപോലെ തന്നെ വലിയ 4 അക്ക സംഖ്യയും കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ സം എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം അതിലെ ലാർജസ്റ്റ് 4 ഡിജിറ്റ് ഏതാണെന്നുള്ളത് എഴുതാം. ഇതിന്ന് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതായിരിക്കും? 9 അല്ലെ. ആദ്യം 9, പിന്നെ 8, 6, 3. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഇതിൽ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും? 3, 6, 8, 9. ഇനി ഇതിന്റെ സം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഇത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. 12, 15, 5, 9, 15, 30. 13,552 ആണ് നമുക്ക് അതിന്റെ സം ആയിട്ട് കിട്ടുക. ഇനി നെക്സ്റ്റ്: ഇഫ് ദ സെക്കൻഡ് സാറ്റർഡേ ഓഫ് എ 30-day month is the 8th, how many Sundays are there in that month? സെക്കൻഡ് സാറ്റർഡേ ഒരു 30 ദിവസത്തെ മാസം ഉള്ള ഒരു 30 ദിവസം ഉള്ള ഒരു മാസമാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ ആ ഒരു മാസത്തെ സെക്കൻഡ് സാറ്റർഡേ എന്ന് പറഞ്ഞ ദിവസം 8ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ ആ മാസം എത്ര ഞായറാഴ്ചകൾ ഉണ്ടാവും എന്നാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്. അപ്പോ സാറ്റർഡേ, സെക്കൻഡ് സാറ്റർഡേയും പിന്നെ എന്താണ് അത് കഴിഞ്ഞാല് സൺഡേ. നമുക്ക് ഇതിലാണ് ഇപ്പൊ നമ്മുടെ ചോദ്യം കിടക്കുന്നത്. സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്നത് 8ാം തീയതിയാണ് അല്ലെ. ഒരു 30 ദിവസം ഉള്ള ഒരു മാസം, ഏതോ ഒരു മാസം. അപ്പോ സെക്കൻഡ് സാറ്റർഡേ 8ാം തീയതി ആണെങ്കിൽ സൺഡേ എത്രാം തീയതി ആയിരിക്കും? 9ാം തീയതി ആയിരിക്കും. ഓക്കെ, അപ്പോ 9ാം തീയതി ആയിരിക്കും. നമുക്കറിയാം അടുത്ത ആഴ്ച സൺഡേ 9ാം തീയതി ആണെങ്കിൽ അടുത്ത സൺഡേ എന്ന് പറഞ്ഞാൽ അതിൽ +7 ചെയ്താൽ 16 അല്ലെ. അപ്പൊ നമുക്ക് 16 കിട്ടും അടുത്ത സൺഡേ. വീണ്ടും സൺഡേ ആണെങ്കിൽ 23, വീണ്ടും സൺഡേ ഏതാണ്? 30.
അപ്പൊ നമുക്ക് എത്ര സൺഡേസ് ഇവിടെ കിട്ടി. ഇനി ഇത് മാത്രം പോരാ, ആ മാസത്തില് എത്ര സൺഡേ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ മുമ്പിൽ ഒരു സൺഡേ കഴിഞ്ഞു. കാരണം 7 വ്യത്യാസം വെച്ചിട്ടാണ് നമുക്ക് ഡേയ്സ് കിട്ടുക. അപ്പൊ 9 7 പോയാൽ 2. രണ്ടും എന്തായിരുന്നു? ആ മാസം സൺഡേ ആയിരുന്നു. അപ്പൊ എന്താണ് നമുക്ക് ചോദ്യം? ഹൗ മെനി സൺഡേസ് ആർ ദർ ഇൻ ദാറ്റ് മന്ത്? അപ്പൊ ആ ഒരു മാസത്തിൽ എത്ര സൺഡേസ് നമുക്ക് കിട്ടി? 1 ഇത് സൺഡേ എഴുതിയതാണ്. 1 2 3 4 5. അപ്പൊ ആ മാസം എത്ര സൺഡേസ് ഉണ്ട്? 5 സൺഡേസ് ഉണ്ട്. 5 സൺഡേസ് ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വന്ദേ ഭാരത് എക്സ്പ്രസ് ഡിപ്പാർട്ടഡ് ഫ്രം മാംഗ്ലൂർ at 6:25 and reached Thiruvananthapuram at 15:05. How long did the train journey take? 6:25 വന്ദേ ഭാരത് എക്സ്പ്രസ് എവിടേക്ക്? മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ടു. പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എത്ര മണിക്കാണ്? 3:05 അല്ലെ? 15 എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽവേ ടൈമിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം 12 മണി കഴിഞ്ഞാൽ ഉച്ച 12 മണി കഴിഞ്ഞിട്ട് 1 മണിക്കാവുമ്പോ 12 കഴിഞ്ഞാൽ നമ്മൾ 1 മണി അല്ല, അവിടെ 13 ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ? 1 മണി 13, 2 മണി 14. അപ്പൊ 3 മണി എന്ന് പറഞ്ഞാല് 15:05 എഴുതിയത് 3:05 ആണ്. 3:05 ഇപ്പൊ ഇത് സൂചിപ്പിക്കുന്നത്. 3 മണി എന്ന് പറയില്ലേ, ഉച്ചയ്ക്ക് 3 മണി PM ആണ്. അപ്പോ PM-നെയാണ് നമ്മൾ 15 പറഞ്ഞിരിക്കുന്നത്. അപ്പോ എത്ര മണിക്കൂറായിരിക്കും അപ്പൊ അവിടെ ജേർണി? അവിടുന്ന് മംഗലാപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? രാവിലെ 6:25 അല്ലെ? 6:25 സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് 3:05 ട്രിവാൻഡ്രം എത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എത്ര അവരുടെ ജേർണി എത്ര ഹവേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോ ആദ്യം നമുക്ക് ഏറ്റവും എളുപ്പം എന്താ വെച്ചാല് ആദ്യം മിനിറ്റ്സിനെ നമുക്ക് മാറ്റി വെക്കാം. ഹവർ നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 6:25 എന്ന് പറഞ്ഞാൽ ആ 25 മിനിറ്റ് നമുക്ക് ആ 25 ഇപ്പൊ 6:25 25 മിനിറ്റ്സ് അവിടെ ഉണ്ട് അല്ലെ? 25 മിനിറ്റ്സ് അവിടെ നമുക്ക് നോക്കണ്ട. ഇനി നമുക്ക് ഇതിൽ അടുത്ത നമുക്ക് നല്ലത് എന്താണ്? 7 മണി നോക്കുകയാണ്. അപ്പൊ 6:25 കഴിഞ്ഞാൽ 7 മണിക്ക് എത്ര മിനിറ്റ് ഉണ്ടാവും? 35 മിനിറ്റ്. ആ 35 മിനിറ്റ് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. ആ 35 മിനിറ്റ് കഴിഞ്ഞാൽ 7 മണി ആയല്ലോ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ രാവിലെ 7 മണി മുതൽ ഈ 5 മിനിറ്റും നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ 5 മിനിറ്റും മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 മണിയായി. അപ്പൊ 7 AM മുതൽ 3 PM വരെ എത്ര മണിക്കൂറാണെന്ന് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 7 മണി മുതൽ 1 മണി വരെ എന്ന് പറഞ്ഞാൽ ഉച്ച 1 മണി വരെ 6 അവേഴ്സ്, പിന്നെ 7 8 അവേഴ്സ് അല്ലെ? അപ്പൊ 7 മണി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 3 മണി വരെ 8 അവേഴ്സ്, 8 മണിക്കൂർ. ഇനി നമ്മൾ മാറ്റിവെച്ച മിനിറ്റ് ഉണ്ടല്ലോ, അതും കൂടി കൂട്ടണ്ടേ? എത്ര മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചത്? 40 മിനിറ്റ്. അപ്പോ 40 മിനിറ്റ്സ്. അപ്പൊ ടോട്ടൽ എത്രയായിരുന്നു ജേർണി? എത്ര മണിക്കൂറിന്റെ ജേർണി ആയിരുന്നു? യാത്ര എത്ര മണിക്കൂറിന്റെ ആയിരുന്നു? 8 മണിക്കൂർ 40 മിനിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the number made up of 121 ones, 24 hundreds, 189 tens and 4 thousands? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഏത് സംഖ്യ കിട്ടും എന്നാണ് ചോദ്യം. എത്ര ഒന്നുകളുണ്ട്? 121 ഒന്നുകളുണ്ട്. 2400 എത്ര നൂറുണ്ട്? 24 നൂറുണ്ട്. പിന്നെ എത്ര ടെൻസ് ഉണ്ട്? 189 10 ഉണ്ട് അല്ലെ? 189 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ 1880. 24 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ 2400. ഇനി 4000 ഉണ്ട്. അപ്പൊ 4000. ഇതെല്ലാം ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്നാണ് ചോദ്യം. 6 7 8. അപ്പൊ 8411 ആണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യ. അതാണ് ഇതിന്റെ ചോദ്യം. ഇനി കുറച്ച് ചോദ്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. താങ്ക് യു.